ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സാറേ പ്ലസ് ടുവിൻ്റെ എക്കണോമിക്സിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും? ഓക്കെ, ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല, എന്നാൽ സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിൾ ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം, ഈ പറഞ്ഞ പ്ലസ് ടു എക്കണോമിക്സിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് കൊടുത്തിട്ടുണ്ട്. മൈക്രോയിൽ എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം, അഥവാ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഒക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. രണ്ടാമതായിട്ട് ഈ പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ അഥവാ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പറയുന്ന ചാപ്റ്റർ, അവിടുന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം, ചാപ്റ്റർ 4 ഇത്തവണ ഏറ്റവും കൂടുതൽ എസ് എ ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ളത്, മോസ്റ്റ് പ്രോബിലിറ്റിയിലോ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി അഥവാ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള ചാൻസ് പറഞ്ഞത് നാലാമത്തെ ചാപ്റ്റർ എന്നാണ്. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ എന്ത് ചെയ്യുന്നത് എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇനി അതേപോലെ അഞ്ചാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷ ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോയിലെ 5 ചാപ്റ്ററുടെ 4 ചാപ്റ്ററിലും എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതേപോലെ മാക്രോയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, സാർ എന്ത് പരിപാടി കാണിക്കുന്നത്, ഇതിപ്പോൾ ആർക്കും വേണമെങ്കിൽ പറഞ്ഞൂടെ? അല്ല, നമ്മൾ ഇനി സസ്പെൻസ് ഉണ്ട്, അത് വരാൻ പോകുന്നുള്ളൂ. സർപ്രൈസ് ഉണ്ട്, വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, ഈ പറഞ്ഞ മാക്രോയിൽ സെക്കൻഡ് ചാപ്റ്റർ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് ചാപ്റ്റർ എന്താണ്, ഇതും എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ഇവിടെ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, മാക്രോ എസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 or 3 ചാപ്റ്ററിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഒരു ചോദ്യം ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഓക്കെ, മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. മൈക്രോയിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ലിസ്റ്റ് ഔട്ട് ദ കണ്ടീഷൻ നീഡഡ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷന് പെർഫെക്റ്റ് കോമ്പിനേഷനിൽ വേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ആ കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാനാണ് നിങ്ങളോട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കൂടി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ മറ്റൊരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യം വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വില പരിധിയും തറവിലയും തമ്മിലുള്ള ചോദ്യം നമ്മുടെ മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഈ 5ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ചോദ്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്റ്റുകൾ ചോദിക്കും. പ്രൈസ് സീലിംഗ് കൊണ്ടുവന്നുള്ള ഇമ്പാക്ട് എന്താണ്, പ്രൈസ് ഫ്ലോർ കൊണ്ടുവന്നുള്ള ഇമ്പാക്ട് എന്താണ്, ഇതും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചോദ്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈസ് സീലിംഗിന്റെ ഇമ്പാക്ട് ഒക്കെ ഉണ്ട്. അവിടെ ആക്കട്ടെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള 8 മാർക്കിന് ചോദിക്കാവുന്നതിന് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ അഥവാ ദേശീയ വരുമാനം കണക്കാക്കാൻ. ഇത് മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ 3 എഴുതൊന്നും വേണ്ട, 2 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും എന്താണെന്ന് എഴുതുക. വാല്യൂ ആഡർ മെത്തേഡ് എന്താ, ഇൻകം മെത്തേഡ് എന്താ. ഈ 2 മെത്തേഡ്, വാല്യൂ ആഡർ മെത്തേഡ് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്, പ്രോഡക്റ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് തന്നെയാണ് ഇവിടെ വാല്യൂ ആഡർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡും അതുപോലെ ഇൻകം മെത്തേഡും, പൈ മെത്തേഡിൽ എക്സ്പെൻഡിച്ചർ ഒഴികെ ബാക്കി രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കൂട്ടിച്ചേർത്ത മൂല്യരീതിയും വരുമാന രീതിയും എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഇക്വേഷൻ സഹിതം നിങ്ങൾ എഴുതാൻ വേണ്ടത്. ഇതാണ് 8 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അതേപോലെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ തന്നെ നിങ്ങൾ നോക്കാം. പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഹ്രസ്വകാല ലാഭം എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ് അല്ലേ. അപ്പോൾ ഷോർട്ട് റൺ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്, അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളോട് എഴുതേണ്ടി വരിക. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ രണ്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആ 3 കണ്ടീഷൻസ് എഴുതാനും അതോടൊപ്പം തന്നെ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ ഗ്രാഫിന്റെ സഹായത്തോടെ ഇത് ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിന്. ഇപ്പോൾ 4 ചോദ്യമല്ലോ, ഇനി ബാക്കിയുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ഇവിടെ ഈ കാണുന്നത് 8 മാർക്കിന്റെ ചോദ്യം, 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ മാക്രോയിലെ 3rd ചാപ്റ്റർ, ഈ മണി ആൻഡ് ബാങ്കിങ് എന്ന് വരാവുന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലെ പണപ്രധാനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RBIയുടെ കുറച്ച് ഉപാധികളുണ്ട് അല്ലെ. അത് ഗുണാത്മകമുണ്ട്, പരിമാണാത്മകമുണ്ട്. ഗുണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. ആ 2 ടൂളുകളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അതിന് മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് 2 ക്വാളിറ്റേറ്റീവ് ടൂളുകൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എല്ലാ തവണയും ചോദിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പക്ഷെ ഇത്തവണ ചോദിച്ചാൽ നോക്കിയേ ക്വാളിറ്റേറ്റീവ് ആയി ചോദിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഗുണാത്മകമായിട്ടുള്ള 2 മൊത്തം നമുക്ക് ഗുണാത്മകമായിട്ട് 4 പഠിക്കാനുണ്ട്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ഒരു 6 പഠിക്കണം. മൊത്തം 10 പഠിക്കാണ്ട്. അപ്പോൾ അതിനാകെ 2 ചോദിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞത് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻസ് ഓഫ് 3 ക്വാണ്ടിറ്റേറ്റീവ്. യെസ്, ക്വാണ്ടിറ്റേറ്റീവ് ചോദിച്ചാൽ എത്ര 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്രയും 5 കുറിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. അത് വൃത്തിയായിട്ട് പഠിക്കാൻ വേണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കിക്കോളൂ.
8 മാർക്കിന് എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അഥവാ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 മെത്തേഡുകൾ ഏതാണ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം ഏതാണ്, ഇത് മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇതും പരീക്ഷയ്ക്ക് എന്തിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പം 3 മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, പൈ എന്ന് പറയാം അല്ലേ, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 3 മെത്തേഡ് ചോദ്യം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞ 3 മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അത് വൃത്തിയായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം മാറി വരുന്നതാണ്. ഇത്രയും കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് ഈ ഒരു ഭാഗം പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.